ലെബനൻ തലസ്ഥാനമായ ബൈറൂട്ടിന് നേരെ ഇസ്രയേൽ നടത്തുന്ന ഏതൊരു ആക്രമണവും കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് മാത്രമല്ല വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകാൻ കാരണമാകുമെന്ന മുന്നറിയിപ്പാണ് ഇറാൻ നൽകുന്നത്. വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള നയതന്ത്ര ചർച്ചകൾ ശക്തമായി മുന്നോട്ടു പോകുന്നതിനിടയിലും ഇറാന്റെ കാര്യത്തിൽ വലിയൊരു ചർച്ചാ പുരോഗതി ഉടൻ ഉണ്ടാകുമെന്ന പ്രതീക്ഷ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രകടിപ്പിച്ചപ്പോഴാണ് ഇറാന്റെ ഈ ഒരു പുതിയ പ്രതികരണം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ലെബനന്റെ തലസ്ഥാനത്തിന് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾക്ക് മുന്നിൽ ഇറാൻ ഒരിക്കലും നിശബ്ദമായിരിക്കില്ല എന്ന് തങ്ങൾ ഇതിനകം തന്നെ പല പ്രാവശ്യം വ്യക്തമാക്കിയിട്ടുള്ളതാണെന്ന് ഇറാന്റെ തസീം വാർത്താ ഏജൻസി പുറത്തുവിട്ട പ്രസ്താവനയിൽ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാച്ചി പറഞ്ഞിരിക്കുകയാണ്. ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രാന്തപ്രദേശങ്ങളെ ആക്രമിക്കുമെന്ന് ഇസ്രയേൽ ഭീഷണിപ്പെടുത്തിയപ്പോൾ തന്നെ ഇറാൻ വളരെ ശക്തമായ ഒരു നിലപാട് സ്വീകരിച്ചിരുന്നുവെന്നും തിരിച്ചടികൾക്കായി തങ്ങളുടെ സായുധ സേനയെ പൂർണ്ണ സജ്ജമാക്കി നിർത്തിയിരിക്കുകയാണെന്നും ലെബനനിലെ അൽ മയാദിൽ ടെലിവിഷൻ ചാനലിനോട് സംസാരിക്കവെയാണ് അറാച്ചി വ്യക്തമാക്കിയത്. ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള ശത്രുത താത്കാലികമായി നിർത്തിവെക്കുന്നതിനുള്ള കൃത്യമായ ഉറപ്പുകൾ താൻ ഇരുഭാഗത്തിൽ നിന്നും വാങ്ങിയിട്ടുണ്ടെന്ന് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് അറാച്ചിയുടെ ഈ പ്രതികരണം വന്നിരിക്കുന്നത്. ലെബനിൽ ഇസ്രയേൽ നടത്താൻ പദ്ധതിയിട്ടിരുന്ന വലിയൊരു അധിനിവേശത്തെ തടയാൻ ഈ നയതന്ത്ര നീക്കത്തിലൂടെ സാധിച്ചതായാണ് ട്രംപ് അവകാശപ്പെടുന്നത്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ആശയവിനിമയങ്ങൾ പൂർണ്ണമായി വിച്ഛേദിക്കപ്പെട്ടിട്ടില്ലെന്നും എങ്കിലും ചർച്ചകളിൽ ഇതുവരെ വലിയ രീതിയിലുള്ള പുരോഗതികളൊന്നും കൈവരിക്കാൻ സാധിച്ചിട്ടില്ല എന്നും അറാച്ചി കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇരു രാജ്യങ്ങളും കൈമാറിയ കരാറിന്റെ കരട് രേഖകൾ രണ്ട് വിഭാഗവും ഇപ്പോഴും വിശദമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം അമേരിക്ക മുന്നോട്ട് വെച്ച ഏറ്റവും പുതിയ നിർദ്ദേശങ്ങളടങ്ങിയ കരട് രേഖയ്ക്ക് ഇറാൻ ഇതുവരെ തങ്ങളുടെ ഔദ്യോഗിക മറുപടി സമർപ്പിച്ചിട്ടില്ല എന്നാണ് ഇറാന്റെ ചർച്ചാ പ്രതിനിധി സംഘവുമായി അടുത്ത വൃത്തങ്ങൾ ഫാസ് വാർത്താ ഏജൻസിയോട് വ്യക്തമാക്കിയത്. വിഷയത്തിൽ ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണെന്നും അന്തിമ തീരുമാനങ്ങളൊന്നും ഇതുവരെ എടുത്തിട്ടില്ല എന്നും ഈ ഉദ്യോഗസ്ഥർ പറയുകയാണ്. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇറാനും അമേരിക്കയും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള ധാരണാപത്രം അന്തിമമായി അംഗീകരിക്കപ്പെടുകയാണെങ്കിൽ അത് 4 ഘട്ടങ്ങളായുള്ള പ്രത്യേക സംവിധാനത്തിലൂടെ ആയിരിക്കും നടപ്പിലാക്കുക. ലെബനനെ പൂർണ്ണമായി അവഗണിച്ചുകൊണ്ടുള്ള യാതൊരുവിധ കരാറുകളിലും ഇറാൻ ഒപ്പുവെക്കില്ല എന്ന് വ്യക്തമാക്കുകയാണ്. ഇപ്പോൾ തങ്ങൾ ചർച്ചകളിൽ നിന്നും പിന്മാറിയിട്ടില്ല എന്ന് ഇറാൻ വൃത്തങ്ങൾ ആവർത്തിച്ച് പറയുകയാണ്. ഇതിനിടയിൽ ടെഹ്റാനുമായുള്ള ചർച്ചകളിലെ നിർണായകമായ ഒരു പുരോഗതി വരും ദിവസങ്ങളിൽ തന്നെ പരസ്യമാകുമെന്ന സൂചനയാണ് ഡൊണാൾഡ് ട്രംപ് നൽകുന്നത്. ചർച്ചകൾ വളരെ നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്നും ഏതു നിമിഷവും ഒരു വഴിത്തിരിവ് ഉണ്ടായേക്കാമെന്ന ഒരു സാധ്യത വൈറ്റ് ഹൗസ് മാധ്യമപ്രവർത്തകരോട് പങ്കുവയ്ക്കുന്നുണ്ട്. അവർ കരാർ പത്രങ്ങളിൽ ഒപ്പുവെക്കാൻ വളരെ അടുത്താണ് എത്തി നിൽക്കുന്നത്. ചർച്ചകൾ മികച്ച രീതിയിൽ പോകുന്നു, അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു. ചർച്ചകൾ ഒരു വാരാന്ത്യത്തോടെ ഈ ആഴ്ചയോടുകൂടി വലിയൊരു പ്രഖ്യാപനം ഉണ്ടാകും, അല്ലെങ്കിൽ നമുക്കത് പ്രതീക്ഷിക്കാം എന്നൊക്കെയാണ് ട്രംപ് പറയുന്നത്. എന്നാൽ നയതന്ത്ര കാര്യങ്ങളിൽ ഒന്നും മുൻകൂട്ടി ഉറപ്പിച്ച് പറയാൻ കഴിയില്ല എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ്. ഇറാനുമായി ചർച്ച ചെയ്യുന്ന പുതിയ കരാർ പ്രകാരം അവരുടെ പക്കലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ വലിയ ശേഖരം അമേരിക്കയ്ക്ക് കൈമാറേണ്ടി വരുമെന്ന് ട്രംപ് വ്യക്തമാക്കണം. ചർച്ചകളിലെ ഏറ്റവും വലിയ തർക്ക വിഷയങ്ങളിൽ ഒന്നാണ് ഈ കാര്യങ്ങൾ. പല പ്രധാന ചർച്ചാ വിഷയങ്ങളിലും അല്ലെങ്കിൽ തർക്ക വിഷയങ്ങളിലും അന്തിമ തീരുമാനത്തിലെത്താൻ ചർച്ചാ പ്രതിനിധികൾ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്.